ഇന്ന് ലവറിൻ്റെ മെസ്സേജ് വന്നില്ല. നിങ്ങൾ അങ്ങോട്ട് മെസ്സേജ് അയച്ചു 2-3 വട്ടം, പക്ഷേ ബ്ലൂടിക്ക് വന്നില്ല. അവളിപ്പോൾ ഓൺലൈനിലുണ്ട്, തീർന്നു. അവളിപ്പോൾ വേറെ ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അവൾക്ക് പുതിയ ആൾക്കാരെ കിട്ടിക്കാണും. അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കുന്നതാണ്. വാട്സപ്പ് ഡി പി റിമൂവ് ചെയ്യണം, സ്റ്റാറ്റസ് മാറ്റണം. ഫീലിംഗ് ലോൺലി. എന്നിട്ട് അവളെ ഒന്ന് ചിരിക്കുന്നുണ്ടായിരുന്നു. ഇനി അവനായിരിക്കുമോ? ഇനി അവർ സംസാരിച്ച് കൂടുതൽ അടുക്കും. ഞാൻ പുറത്ത്. അവർ ചിരിച്ച് കളിച്ച് സന്തോഷത്തോടെ പോകുന്ന കാണുമ്പോൾ വിരഹം കടിച്ചമർത്തിയത് കണ്ടു നിൽക്കുന്ന നമ്മുടെ വിഷ്വൽസ് മനസ്സിൽ നിറയും. അതോർത്ത് കരച്ചിലടക്കാൻ നമ്മൾ പാടുപെടും. സെഡ് BGM. എന്തോ നഷ്ടപ്പെട്ടവരെ പോലെ നമ്മൾ വീട്ടിൽ അലഞ്ഞു നടക്കും. ഇതേപ്പറ്റി ചിന്തിച്ചു കൂട്ടണമെന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ രാത്രി നമ്മൾ ഉറങ്ങാൻ കിടക്കും. ഓവർ തിങ്കിങ് ഇറ്റ് കിൽസ് യു ആൻഡ് ഇറ്റ് കിൽസ് യുവർ റിലേഷൻഷിപ്പ്. കാര്യം നിസ്സാരായിരിക്കും, പക്ഷേ ബാക്കിയെല്ലാം നമ്മൾ ചിന്തിച്ചു കൂട്ടും. തുടക്കത്തിൽ തന്നെ ഈ ചിന്തകളെ സ്റ്റോപ്പ് ചെയ്തില്ലെങ്കിൽ അത് അവിടെ തന്നെ കിടന്നു വളരും. ഇത് നമ്മുടെ പെരുമാറ്റത്തിലും സംസാരത്തിലെല്ലാം റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങും. ഒഴിവാക്കാവുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം നമ്മൾ വഴക്ക് തുടങ്ങും. ചാറ്റ് ചെയ്യുമ്പോൾ നെറ്റ് കട്ടായാൽ, 5 മിനിറ്റ് മുമ്പേ ബായ് പറഞ്ഞാൽ, റിപ്ലൈ ഡിലേ ആയാൽ, ഗുഡ് നൈറ്റിനൊപ്പം ഹാർട്ട് വെച്ചില്ലെങ്കിൽ, വിളിക്കുമ്പോൾ എൻഗേജ്ഡ് ആയാൽ ഒക്കെ പ്രശ്നമാവും. നന്നായി പോകുന്ന ഒരു റിലേഷൻഷിപ്പിന് ഇല്ലാതാക്കാൻ ഇതൊക്കെ ധാരാളം മതി. പക്ഷെ നിങ്ങൾ ചിന്തിക്കുന്ന നല്ല റിയാലിറ്റി എങ്കിൽ ഒരു കാര്യമില്ല, അതൊരു ബന്ധം നശിക്കുന്നു. ടൈം വേസ്റ്റ്, എനർജി വേസ്റ്റ്, ഡിപ്രഷൻ. ഇനി നിങ്ങൾ ചിന്തിക്കുന്നതിൽ സത്യം ഉണ്ടെങ്കിലോ അതിന് വഴികൾ വേറെയാണ്. തീർച്ചയായും അത് ഓവർ തിങ്കിങ് അല്ല.